ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. ഇടുക്കി മലങ്കര ജലാശയത്തിൽ രാസമാലിന്യം ഒഴുകി വന്നതിൽ പ്ലൈവുഡ് നിർമ്മാണ കേന്ദ്രമായ ഹൈ ലയർ വുഡ് പ്രൈവറ്റ് ലിമിറ്റഡിന് സ്റ്റോപ്പ് മെമ്മോ. രാസലായനി ഒഴുകിയത് പ്ലൈവുഡ് കമ്പനിയിൽ നിന്നും ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. യന്ത്രത്തകരാറിനെ തുടർന്ന് ഓയിൽ ഫാക്ടറിയിൽ ലീക്ക് ആവുകയായിരുന്നു. വെള്ളിയാമറ്റം സ്വദേശി റിയാദ് KPക്കെതിരെ കാഞ്ഞാർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകും. രാഹുൽ, അപ്പോൾ ഈ ഹൈ ലയർ വുഡ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഒരു കമ്പനിക്ക് വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണല്ലേ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ തന്നെയാണ് കണ്ടെത്തൽ, ഷിഹാസ്. കാരണം ഇന്നലെയായിരുന്നു ഈ ആശങ്കയുണ്ടാക്കിയ സംഭവം ഉണ്ടായത്. അതായത് കുടയത്തൂർ മുതൽ ഈ മലങ്കര ജലാശയത്തിന്റെ ഭാഗം വരെയുള്ള ഇടങ്ങളിലാണ് ഈ ജലാശയത്തിൽ വ്യാപകമായി ഈ മാലിന്യം ഒഴുകി വരുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത്. നാട്ടുകാരാണ് ആദ്യം ഈ സംഭവം കാണുന്നത്. തുടർന്ന് പഞ്ചായത്തിനെയും പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ എന്താണ് സംഭവം എന്നത് വ്യക്തമായിരുന്നില്ല. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഈ രാസമാലിന്യം ഒഴുകി വന്നത് ഈ പ്ലൈവുഡ് കമ്പനിയിൽ നിന്നാണ് എന്ന് മനസ്സിലായത്. പ്ലൈവുഡ് നിർമ്മാണ കേന്ദ്രമായിട്ടുള്ള ഹൈലയർ വുഡ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന് വീഴ്ചയുണ്ടായി എന്നാണ് പറയുന്നത്. അവിടെ യന്ത്രത്തകരാർ ഉണ്ടായത് മൂലം ഏതാണ്ട് 100 ലിറ്റർ ഓയിലാണ് ഈ ഡാമിലേക്ക് ഒഴുകിയെത്തിയതെന്നും കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രാഥമികമായി സ്റ്റോപ്പ് മെമ്മോ നൽകുകയാണ്. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ ഈ സ്ഥാപനം തുറന്നു പ്രവർത്തിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതുകൂടാതെ വെള്ളിയാമറ്റം സ്വദേശിയായിട്ടുള്ള റിയാദ് KPക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കാഞ്ഞാർ പോലീസാണ് FIR രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഈ സ്ഥാപന ഉടമയ്ക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ മാലിന്യം പൂർണ്ണമായും ഡാമിൽ നിന്നും നീക്കം ചെയ്യണം, അതിനുശേഷം മാത്രമേ ഈ സ്ഥാപനത്തോട് തുറന്നു പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്നാണ് പറയുകയും ചെയ്യുന്നത്. ഈ പ്രദേശത്ത് ഇത്തരത്തിൽ നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഡാമിന്റെ പരിസരമായതിനാൽ നിരവധി പ്ലൈവുഡ് കമ്പനികൾ ഈ പ്രദേശത്ത് സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ചില ആളുകൾ ചില സംശയങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. എന്തായാലും പരിശോധനയ്ക്കൊടുവിലാണ് ഈ സ്ഥാപനത്തിൽ നിന്നാണ് രാസമാലിന്യം ഒഴുകി വന്നത് എന്നത് കണ്ടെത്തിയിരിക്കുന്നത്. ഷിഹാസ്, ശരി രാഹുൽ.